സിനിമാ പ്രേമികളുടെ മനസ്സിൽ എന്നേക്കും ഇടം നേടിയ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് സിനിമ. മമ്മൂട്ടി, ഐശ്വര്യ റായ്, അജിത് കുമാർ, തബു, അബ്ബാസ് തുടങ്ങിയ താരനിര അണിനിരുന്ന ചിത്രം. രാജീവ് മേനോന്റെ സംവിധാനം, AR റഹ്മാന്റെ സംഗീതം. വെള്ളിത്തിരയിലെ പ്രണയ ജോഡികളുടെ നടപ്പ് രീതികളെ പൊളിച്ചെഴുതുന്നതായിരുന്നു ചിത്രത്തിലെ മമ്മൂട്ടിയുടെയും ഐശ്വര്യ റായുടെയും കഥാപാത്രങ്ങൾ. ഇരുവരുടെയും പ്രണയരംഗം ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്നുണ്ട്. എന്നാൽ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ ഈ ചിത്രം മമ്മൂട്ടിയിലേക്ക് എത്തുന്നത് പല നായകന്മാരും നിരസിച്ചതിനു ശേഷമായിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് സംവിധായകൻ രാജീവ് മേനോൻ സംസാരിക്കുന്നുണ്ട്. ഒരു കാലില്ലാത്ത നായകനാകാൻ പല നടന്മാരും തയ്യാറായില്ല എന്നാണ് രാജീവ് മേനോൻ പറയുന്നത്. മദ്യപനും കാൽ നഷ്ടപ്പെടുകയും ചെയ്തയാളാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം. പക്ഷെ ആ കഥാപാത്രത്തിന് ഒരു സൗന്ദര്യമുണ്ട്. മിക്ക നായകന്മാരും ആ കഥാപാത്രം ചെയ്യാൻ തയ്യാറായില്ല. കാലില്ലാത്തയാളായി അഭിനയിക്കുവാൻ അവർ ഒരുക്കമായിരുന്നില്ല. പക്ഷെ മമ്മൂട്ടി അതൊന്നും ഗൗരവിച്ചതേയില്ല. വലതുകാലല്ലേ ഇല്ലാത്തത്, അതിനാൽ വലതുകാൽ വളച്ചു നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥാപാത്രത്തെ സന്തോഷപൂർവ്വം മമ്മൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്.